കാണാനായിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള വീടൊക്കെ ഇപ്പോൾ കുറവല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ഒരു പെട്ടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ വെക്കാം ഒരു റൂം. അപ്പോൾ പത്തായം എന്നാണ് ഇതിനെ പറയാറുള്ളത് ഞങ്ങളൊക്കെ ശരിക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തറവാട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. കുറേ പഴക്കമുള്ള വീടാണിത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗേറ്റും കാര്യങ്ങളൊന്നും ആദ്യം ഇല്ലായിരുന്നു. ചെറിയൊരു സ്റ്റെപ്പും അതിൻ്റെ അടുത്ത് എന്താ പറയുക ഇരിക്കാനുള്ള ഇങ്ങനൊരു സ്പേസും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ വണ്ടി അകത്തോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അങ്ങനെ റോഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ അടുത്ത റോഡൊക്കെ ആയപ്പോൾ പിന്നെ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ആക്കിയതാണ്. പിന്നെ ഞാൻ കുറേ മുമ്പ് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും തോട്ടവും അതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീടിൻ്റെ അകത്ത് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വീട് പണിതത് 1958 കേട്ടോ. അപ്പോൾ കുറേ വർഷമായി വീട് പണിതിട്ട്. അപ്പോൾ ഇത് പൊളിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. പിന്നെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഒരു 6-7 വർഷം മുമ്പ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അധികം മെയിൻറ്റെയിൻ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുമുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം അല്ലേ. ഉമ്മയും 3 ആങ്ങളമാരും ഇവിടെ തന്നെയാണ് കേട്ടോ. 2 കല്യാണം കഴിഞ്ഞു. അതുപോലെ 2 ബ്രദേഴ്സ് ബാംഗ്ലൂരിലും ആണ് കേട്ടോ. ഒരാൾ ഇവിടെ ബിസിനസ്സും. അപ്പോൾ മൂത്ത ബ്രദറിൻ്റെ കുഞ്ഞാണിത്. 7 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ നിധിയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ്. അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പം ഞങ്ങൾ 3 പേരും ഫാമിലിയൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്താണ്. പിന്നെ അനിയൻ്റെ കല്യാണ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിരുന്നു. ഈ വീടിൻ്റെ പുതുക്കിയിരുന്നു കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഞങ്ങളിതിന് തിട്ട എന്നാണ് കേട്ടോ പറയാറ്. ശരിക്കും എന്താ പറയാറെന്ന് അറിയില്ല. അപ്പോൾ ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനിയത്തിമാരുടെ ഹസ്ബൻഡിനും 2 അനിയത്തിമാരുടെ ഹസ്ബൻഡിനും ഇത് പൊളിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ വീട് പൊളിക്കാതിരിക്കാനും മെയിൻ കാരണം അവർക്കൊക്കെ എന്തോ അത്ര ഇഷ്ടമല്ല പൊളിക്കുന്നതിനോട്. ഈ ഒരു പഴയ തറവാടല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ നിലം, ഈ ഒരു തറയുടെ കാവ്യമൊക്കെ ഇങ്ങനെ മങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ ഭാഗത്ത് പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഫുള്ള് കളച്ചെടുത്തിട്ട് എല്ലാ റൂമിലും ഫുള്ള് കളച്ചെടുത്തിട്ട് നമ്മൾ പുതിയ വീടിന് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തതായിരുന്നു ഈ ഒരു നിലത്ത്. അപ്പോൾ അത്രയും ചിലവിടുമ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു ടൈൽസ് ഇടാമെന്ന്. പക്ഷേ അതും അവർക്കൊന്നും താല്പര്യമില്ലായിരുന്നു. ടൈൽസ് ഇടുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി പോകും, മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ സെയിം ചെയ്തതാണ് ഈ ഒരു നിലത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുകളിലത്തെ നിലയിലോട്ട് പോകാനുള്ള കോണിപ്പടിയാണ്. അപ്പോൾ നമുക്ക് പിന്നെ പോവാം മുകളിലത്തെ നിലയിലോട്ട്. അപ്പോൾ ഇവിടെ താഴെയുള്ളത് 3 ബെഡ്റൂമാണ് കേട്ടോ. 2 ചെറിയ ബെഡ്റൂം ആയിരുന്നു. അപ്പോൾ അതിനെ ഇപ്പോൾ 1 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ താഴെ 2 ബെഡ്റൂം മാത്രമേ ഉള്ളൂ. ഇത് കസിൻ്റെ മോള് തന്നെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ജനലൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, പണ്ടത്തെ ജനൽ തന്നെയാണ്. പിന്നെ അതുപോലെ ഇവിടെയുള്ള ഈ ഒരു കബോർഡൊക്കെ ഇതൊക്കെ കുറേ മുമ്പത്തെ കബോർഡാണ് കേട്ടോ. ഒന്ന് എൻ്റെ കല്യാണ സമയത്ത് ഇങ്ങനെ കബോർഡ് കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട്, അപ്പോൾ കൊണ്ടുവന്നതും അതുപോലെ പിന്നെ ഒന്ന് ഉമ്മാൻ്റെ കല്യാണ സമയത്ത് ആ ഒരു സമയത്തൊക്കെ വാങ്ങിയതുമാണ്. പിന്നെ പണ്ട് ഈ ഒരു വീട് കെട്ടിയ സമയത്ത് അങ്ങനെ കബോർഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതുപോലുള്ള ഞങ്ങളിതിനെ പെട്ടി എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഇതാണ് സംഭവം. അപ്പം ശരിക്കും എന്താ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പെട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് പണ്ടേ ഉണ്ടായിരുന്ന പെട്ടിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ബാസ്ക്കറ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്തത് എൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ഒരു റൂമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് 2 റൂമിനെ ഒന്നാക്കിയ ആ ഒരു റൂമാണ്. അപ്പോൾ ഇത് ചെറിയ 2 റൂമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള മതിലെടുത്തിട്ട് ഒറ്റ റൂമാക്കിയതാണ്. ബ്രദറിൻ്റെ കല്യാണ സമയത്ത് ചെയ്തതായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ബാത്റൂമും
ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ മുകളിലത്തെ നിലയിലോട്ട് പോകാനുള്ള കോണിപ്പടി. ഈ ഒരു ഫ്ലവർ പോട്ട് എൻ്റെ ചെറിയ ബ്രദർ ക്രിയേറ്റ് ചെയ്തതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു റൂമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു റൂമാണ്. നമ്മുടെ കിച്ചണിൻ്റെ തൊട്ട് മുന്നേ ഉള്ള റൂം. ഞങ്ങളിതിനെ മീത്തല കുച്ചിലെന്ന് പറയും. അപ്പോൾ ശരിക്കും എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വീടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ മീത്തല കുച്ചിലെന്ന് പറയും. പിന്നെ ഈ ഒരു റൂം കിച്ചണിൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിനെ മീത്തല കുച്ചിൽ എന്നാണ് പറയാറ്. അപ്പോൾ ശരിക്കും എന്താ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ മുമ്പ് പണ്ടൊക്കെ 2 കട്ടിലുണ്ടായിരുന്നു. പിന്നെ കട്ടിലൊക്കെ മാറ്റിയിട്ട് ടേബിൾ മാത്രമാക്കി ഒരു ഡൈനിങ് ഹാൾ പോലെ. പക്ഷെ എന്താ ഒരു രസമില്ല കട്ടിലില്ലാത്ത. ഞങ്ങളൊക്കെ എല്ലാവരും വന്നാൽ ഇവിടെ തന്നെയാണ് കേട്ടോ കൂടുതലും സംസാരിക്കാറൊക്കെ ഉള്ളത്. കിച്ചണൊക്കെ ഇങ്ങനെ അടുത്തല്ലേ, കിച്ചണാണെങ്കിലും ടേബിളാണെങ്കിലൊക്കെ. പിന്നെ മറ്റേ റൂമിലോട്ട് പോകുമ്പോൾ അതുപോലെ മുകളിലോട്ടൊന്നും ആരും പോകാറേ ഇല്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെ കിച്ചണ്. അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പും ഇതൊക്കെ ഇപ്പോൾ ചെയ്തതാട്ടോ. എൻ്റെ കല്യാണ സമയത്ത് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ ഒരു ടേബിളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു സ്ഥലത്ത്. പിന്നെ ഇതായിരുന്നു ശരിക്കുള്ള അടുക്കള. അപ്പോൾ ഇത് നമ്മുടെ പണ്ടത്തെ ഗ്രൈൻഡറാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചുണ്ടാക്കുന്നൊരു അങ്ങനെയുള്ളൊരു കല്ലും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അടുപ്പിൽ ഇങ്ങനെ ചോറ് മാത്രം ഇടയ്ക്ക് അടുപ്പിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അടുപ്പിലുണ്ടാക്കിയ ചോറും നമ്മൾ റൈസ് കുക്കറിലുണ്ടാക്കുന്ന ചോറും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഒരു അടുപ്പിൽ വേവിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ബോയിൽഡ് റൈസ് ആണെങ്കിൽ. പിന്നെ ഇവിടെ ആയിരുന്നു മുമ്പ് കൗണ്ടർ ടോപ്പ് ഉണ്ടായിരുന്നത്. കൗണ്ടർ ടോപ്പും അതുപോലെ ഒരു സിങ്കും കൂടെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പണ്ടത്തെ എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെമ്പിൻ്റെതും അതുപോലെ പിത്തള ആ ഒരു ഇതിലൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തപ്പി പോകണം. അപ്പോൾ ഇതൊക്കെയാണ് അടുക്കള വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിന് മുന്നേ നമുക്ക് മുകളിലത്തെ നിലയിലോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം മുകളിലത്തെ നിലയിൽ അധികം ആരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ഹോളാണെങ്കിൽ ഒട്ടും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഹാളിൽ തന്നെ ഇതിൻ്റെ അറ്റത്ത് ഉള്ളൊരു പത്തായം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഒരു റൂം. അപ്പോൾ പത്തായം എന്നാണ് ഇതിന് പറയാറുള്ളത്. ഞങ്ങളൊക്കെ ശരിക്കും എന്താണെന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുമ്പൊക്കെ നെല്ലൊക്കെ ഇതിൻ്റെ അകത്തായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പം നെല്ലൊന്നും ചെയ്യാറില്ലല്ലോ. പിന്നെ അടക്ക ഇതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്. എന്നിട്ട് ഇതുപോലുള്ള ഡോറാണ്, ഇതുപോലുള്ള പടി ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്കിനി ബെഡ്റൂം കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോണിപ്പടി. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ പേടി തോന്നുന്നുണ്ടാവും. ഞങ്ങൾ ഇതിലൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലും വരാറുള്ളത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബെഡ്റൂം. പിന്നെ അനിയത്തിമാരും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാറില്ല കേട്ടോ ഈ ഒരു ബെഡ്റൂം. അപ്പോൾ കുറച്ച് സെറ്റിങ്സും അതുപോലെ വാൾപേപ്പറും അങ്ങനെയൊക്കെ ചുമരിലൊക്കെ ആക്കിയിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇനിയൊരു ബെഡ്റൂമും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു ജനലൊക്കെ പണ്ടേ ഉള്ള ജനലാണ് കേട്ടോ, ഇതൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, പണ്ടേ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഒരു ബെഡ്റൂം ആദ്യം കുഞ്ഞുമ്മൻ്റെതായിരുന്നു, ഉപ്പാൻ്റെ പെങ്ങളത്. പിന്നെ അനിയത്തിമാർ അങ്ങനെയൊക്കെ ആയിട്ട് മൂത്ത ബ്രദറിൻ്റെതായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ബ്രദറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൂത്ത ബ്രദറിന് ഇപ്പോൾ ചെറിയ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അവർ താഴത്തെ ബെഡ്റൂമിൽ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ഒരു പെട്ടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പോളിഷൊക്കെ ചെയ്തിട്ട് ബ്രദർ ഇവിടെ വെച്ചതാണ്. കാണാൻ നല്ല രസമല്ലേ, ഈ ഒരു പെട്ടി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അട്ടം പോലുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങൾ അട്ടം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഡോറൊക്കെ അടച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം പോകാൻ പറ്റുമോയെന്ന്. പിന്നെ അതിങ്ങനെ മേലോട്ടാക്കിയിട്ട് പോകണം. അപ്പോൾ അങ്ങനെ കാണാനായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നെല്ലൊക്കെ ഉണക്കാനായിരുന്നു മുമ്പൊക്കെ അവിടെ ഇട്ടിരുന്നത്. അങ്ങനെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇങ്ങനെ നിരത്തിയിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മഴയത്ത് അടക്ക ഒക്കെ ഇടാറുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അടക്കൊക്കെ ഇവിടെയാണ് ഇങ്ങനെ നിരത്തിയിടാറുള്ളത്.
അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കാണാനായിട്ടൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള വീടൊക്കെ ഇപ്പോൾ കുറവല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ എടുത്തത്. ഇപ്പോൾ ലൈറ്റൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു മേൽക്കൂരയൊക്കെ ഫുള്ള് എടുത്തിട്ട് ബ്രദറിൻ്റെ കല്യാണ സമയത്ത് നമ്മൾ പുതിയ വീടിന് വെക്കുന്ന പോലെ ഫുള്ള് എടുത്തിട്ട് എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത് അതൊക്കെ മാറ്റിയിട്ടുണ്ട്. 90% മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാം പുതിയതുപോലെ ആക്കി വെച്ചതായിരുന്നു ആ ഒരു സമയത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ള് അതൊക്കെ ഇതിൻ്റെ ഈ മേൽക്കൂരയിലുള്ള ഈ ഒരു പടിയൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പണിയെടുപ്പിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇതുവരെ ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായി. ഇതുവരെ ഈ ഒരു വീടിൻ്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കിയിട്ടില്ലായിരുന്നു. ഞാൻ മുമ്പ് പുറത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ കുറേ പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ വിചാരിച്ചിരുന്നു അകത്തും കൂടെ കാണിച്ചിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അതിന് പറ്റിയത്. അപ്പോൾ മുമ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉപ്പ ഇല്ല, മരിച്ചു. അതുപോലെ ഉപ്പാപ്പ, ഉമ്മാമ്മ, പിന്നെ ഉപ്പാപ്പൻ്റെ പെങ്ങൾ കൂടുതലും ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മരിച്ചു. അവരൊക്കെ ഉള്ളപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്യാനും ഒരുപാട് ആളുകളുണ്ടായിരുന്നു മുമ്പൊക്കെ. ഇങ്ങനെ പത്തിരിക്കൊക്കെ അരച്ച് പോകാൻ തന്നെ റംസാനിലൊക്കെ ഒരാൾ വരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ മുമ്പൊക്കെ ഒരുപാട് ആളുകളും പിന്നെ അതുപോലെ കൃഷിയും നെല്ലൊക്കെ നല്ലോണം ഉണ്ടാക്കാറുണ്ടായിരുന്നു മുമ്പ്. ഇപ്പം നെല്ലൊന്നും ഉണ്ടാക്കാറില്ല. ഈ നേരെ കാണുന്ന തോട്ടവും അവിടെ ഒരു വീടും ഉണ്ട്. അത് ഉപ്പാൻ്റെ കസിൻ്റെതാണ്. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഞങ്ങളുടെ തോട്ടം, ഈ തോട്ടത്തിൻ്റെ നെക്സ്റ്റായിട്ട്. അപ്പോൾ അത് കാണുന്നില്ല ഇവിടെ നിന്ന്. പിന്നെ ആ കാണുന്ന റൂം അവിടെയാണ് തേങ്ങയൊക്കെ ഇട്ട് വെക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൂമാണത്. അപ്പോൾ അത് കാണുന്നില്ല ഇവിടെ നിന്ന്. പിന്നെ ഇത് നല്ല രസമുണ്ട്, ഈ ഒരു പ്ലാന്റ് നല്ലൊരു ഫ്ലവർ ഷേപ്പിലുള്ളത്. എന്താണെന്ന് അറിയില്ല, കാണുമ്പോൾ നല്ല രസമുണ്ട്. എന്ത് പ്ലാന്റാണെന്ന് അറിയില്ല കേട്ടോ, ചോദിക്കാൻ മറന്നു. കുറേ വെജിറ്റബിൾസിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇവിടെ. ബസള, അതുപോലെ കറി ലീവ്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സാണ്. കറി ലീവ്സ് ആണെങ്കിലും ബസളയാണെങ്കിലും. അപ്പോൾ ഈ ഒരു ഇതിലൂടെയാണ് കേട്ടോ ആ ഒരു തോട്ടത്തിലോട്ട് പോവേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇവിടെ മുമ്പ് പഴയൊരു വീടായിരുന്നു. അപ്പോൾ അത് പൊളിച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് പോലെ ചെറുതായിട്ട് ഇങ്ങനെ, അതും ഉപ്പാൻ്റെ കസിൻ്റെ തന്നെയാണ്. അപ്പോൾ മുമ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അവരെ മക്കളൊക്കെ ഇങ്ങനെ വേറെ വീട് കെട്ടി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അപ്പോൾ റോഡൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഒരു ഒരു പടി പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ചെറിയൊരു വഴി പോലെ. അതിലോട്ട് ഇങ്ങനെ ജസ്റ്റ് പോയാൽ മതി വീട്ടിലോട്ടൊക്കെ പണ്ടൊക്കെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. പിന്നെ ഇവിടെ ബട്ടർ ഫ്രൂട്ടിൻ്റെതും അതുപോലെ ഓറഞ്ചും അങ്ങനെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഇതൊക്കെ പ്ലാന്റൊക്കെ. അപ്പോൾ ഇവിടെ കൊക്കോ മരം മുമ്പ് ഉണ്ടായിരുന്നത് ഇവിടെ തന്നെയായിരുന്നു. ഒരുപാട് കൊക്കോ മരം മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് സാമ്പ്രാണി ലീഫ് അങ്ങനെ എന്തോ പറയും. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഫത്തിനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ ഒരു ലീഫ്. അപ്പോൾ ഇങ്ങനെയുള്ള നാട്ടുവൈദ്യങ്ങളൊക്കെ കുറേ ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരു ദിവസം. പിന്നെ ഇത് എന്തോ പറഞ്ഞു കേട്ടോ, ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മറന്നു. ഇപ്പോൾ അടക്കയാണോന്ന് അറിയില്ല ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ബ്രദറാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇത് എൻട്രൻസ്, നമ്മൾ നേരത്തെ കണ്ട എൻട്രൻസിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത് ഈ ഒരു തോട്ടമൊക്കെ ഇതാദ്യം വയലായിരുന്നു, ഫുള്ള് നെൽകൃഷിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് അങ്ങേയറ്റം വരെയുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഇങ്ങനെ തോട്ടമല്ലാതെ വയൽ മാത്രമായിട്ടുണ്ട്. അവിടെ ചീരകൃഷി അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ മുമ്പൊരു പ്രാവശ്യം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഒരു സൈഡ് ഇങ്ങനെ വയലൊക്കെ ആയിട്ട്. അപ്പോൾ അടുത്തൊക്കെ ഉള്ള ഇത് ഇത്രയാണ്. പിന്നെ കുറേ ദൂരം പോകണം. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഒരു വലിയൊരു കുളം ഉണ്ട് കേട്ടോ, വലിയൊരു കുളമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത